യെസ്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചും മഴ കനക്കും എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് രജീഷ് നരിക്കുനി നൽകിയത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഉണ്ടായപ്പോൾ ഈ ഗവൺമെന്റ് VD സതീശൻ ഗവൺമെന്റ് BJPയുടെ അവർക്കാകെയുള്ള ഒരു കോർപ്പറേഷന്റെ ഭരണം നിലനിർത്താൻ വഴിവിട്ട നിലയിൽ പിന്തുണ നൽകുന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പിന്നെ മുഖ്യമന്ത്രി, ഇവരെല്ലാം മാറ്റി നിർത്തി ഈ വിഷയത്തിൽ നിന്ന് അവരെയെല്ലാം ഒഴിവാക്കി ഒരാളുടെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ മേലെ കുറ്റം ചുമത്തി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കത്ത് അയച്ച ആളുകൾക്കെതിരെ പോലും നടപടി ഇല്ല. അത് കത്തയച്ചത് ആഭ്യന്തര വകുപ്പാണ്. നടപടി വന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അണ്ടർ സെക്രട്ടറിക്ക് നേരെയാണ്. അപ്പോൾ സർക്കാർ തലത്തിൽ നിർദ്ദേശം ലഭിക്കാതെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാനാവുമെന്ന് ആരും കരുതുന്നില്ല. അപ്പോൾ ഇവർക്കെല്ലാമുള്ള ഉത്തരവാദിത്വം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് ഉറപ്പിക്കാനുള്ള നടപടികളാണ് UDF സർക്കാർ സ്വീകരിച്ച് വരുന്നത്. ഇതേപോലെ തന്നെയാണ് TG മോഹൻദാസിൻ്റെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഉണ്ടായത്. ആദ്യം കേസെടുക്കാൻ തന്നെ തയ്യാറായില്ല, പിന്നീട് കേസെടുത്തതിന് ശേഷവും ശക്തിയായ പ്രതിഷേധം ഉയർന്നു വന്നതിന് ശേഷമാണ് കേസെടുത്തതെങ്കിലും കേസിൻ്റെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അറസ്റ്റോ മറ്റ് നിലപാടുകളോ ഒന്നും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ നടപടികളില്ലാതിരിക്കുന്നു എന്നുള്ളത് സംഘപരിവാറിന് കീഴടങ്ങിയ സമീപനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. BJPക്ക് സമീപ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നടന്ന ജന്തർ മന്ദിറിൽ നടന്ന യുവജന വിദ്യാർത്ഥി സമരത്തിന് ശേഷം 30 കൊല്ലമായി BJP ജയിച്ചു വരുന്ന സീറ്റാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് BJP തോറ്റത്. എന്ന് പറഞ്ഞാൽ 12 വർഷക്കാലത്തിന് ശേഷം BJPയെ തോൽപ്പിക്കാനാവുമെന്ന ശക്തിയായ സന്ദേശം രാജ്യവ്യാപകമായി ഒരേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു പരാജയമായിട്ടാണ് 30 കൊല്ലത്തെ BJP വിജയിച്ച മണ്ഡലം തോറ്റു എന്ന കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി വിഭാഗം BJPക്കെതിരായ വലിയ പ്രതിഷേധം, അതിൻ്റെ പ്രതിഫലനമാണ് ഈ ബങ്കിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള വിജയം എന്ന് കാണാൻ നമുക്ക് സാധിക്കും. BJPയുടെ പരാജയം. ഇപ്പോൾ നരേന്ദ്രമോദി ഏത് പട്ടിയെയോ പൂച്ചയെയോ നിർത്തിയാൽ വിജയിക്കുമെന്നാണ് BJP നേതാവ് രവിശങ്കർ പ്രസാദ് ഈ മണ്ഡലത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബങ്കിപ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ആരെയാണോ തീരുമാനിക്കുന്നത് അതിൻ്റെ ഉദാഹരണമായിട്ടാണ്, പട്ടിയോ പൂച്ചയോ.